ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് മൂസ് കി മസ്ദൂരി എന്ന സ്റ്റോറി മനസ്സിലാക്കാം. മൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗസ്, എലി. മസ്ദൂരി എന്ന് പറഞ്ഞാലോ വേതനം. ജോലി ചെയ്താൽ കിട്ടുന്ന പ്രതിഫലത്തിനാണ് മസ്ദൂരി എന്ന് പറയുന്നത്. ഈ മൂസ് കി മസ്ദൂരി ഒരു നാഗാ ലോക് കഥയാണ്. ലോക് കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നാടോടി കഥ. പഴയ തലമുറക്കാർ പറഞ്ഞു വരുന്ന കഥകൾക്കാണ് നാടോടി കഥകൾ എന്ന് പറയുന്നത്, ലോക് കഥ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ബഹാദൂർ ബിത്തോ ഒരു പഞ്ചാബി ലോകകഥയായിരുന്നു. बहुत समय पहले की बात है. उस समय आदमी के पास धान नहीं था. सबसे पहले आदमी ने धान का पौधा एक पोखरी के बीच में देखा. धान की बालियां झूम झूम कर जैसे आदमी को बुला रही थी, पर गहरे पानी के कारण धान तक पहुंचना कठिन था. बहुत समय पहले की बात है. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിരുന്നു. ഉസ് സമയ ആദ്മി കെ പാസ് ധാൻ നഹീ താ. ആ സമയത്ത് മനുഷ്യരുടെ കയ്യിൽ ധാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാവൽ കി ഫസൽ, അതായത് ഗ്രെയിൻ, ധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. സബ്സെ പെഹ്ലെ ആദ്മീനെ ധാൻ കാ പൗധ ഏക് പോഖരി കെ ബീച്ച് മേ ദേഖ. ഏറ്റവും ആദ്യം മനുഷ്യന് ഈ ധാന്യത്തിന്റെ ചെടി എവിടെയാണ് കണ്ടത്? പോഖരി കെ ബീച്ച് മേ. പോഖരി എന്ന് പറഞ്ഞാൽ എന്താണ്? ചോട്ടാ താലാബ്, ചെറിയ കുളം. ചെറിയ കുളത്തിനാണ് പോഖരി എന്ന് പറയുന്നത്. ഈ ചെറിയ കുളത്തിൻ്റെ നടുവിലാണ് ഏറ്റവും ആദ്യം മനുഷ്യന് ധാന്യത്തിൻ്റെ ചെടി കണ്ടത്. ധാൻ കി ബാലിയ ജൂം ജൂം കർ ജേസെ ആദ്മി കോ ബുലാ രഹി തി. ധാൻ കി ബാലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നെൽക്കതിരുകൾ, നെല്ലിൻ്റെ കതിരുകൾ. ഇത് ജൂം ജൂം കർ ജേസെ ആദ്മി കോ ബുലാ രഹി തി. ആടി ആടി, ജൂം ജൂം കർ എന്ന് പറഞ്ഞാൽ ആടി ആടി മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്മിക്കോ ബുലാ രഹി തി, മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പർ ഗഹരെ പാനി കെ കാരൺ ധാൻ തക് പഹുഞ്ചന കഠിൻ ത. പക്ഷെ ആഴത്തിൽ വെള്ളമുള്ളത് കാരണം ഈ ധാന്യത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ പ്രയാസമായിരുന്നു. ധാൻ കി ബാലിയ ജൂം ജൂം കർ ജേസെ ആദ്മിക്കോ ബുലാ രഹി തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ധാൻ കി ബാലിയ, ഈ നെൽക്കതിരുകൾ വിളഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ കുളത്തിൻ്റെ നടുവിലായത് കാരണം ആളുകൾക്ക് അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് പറിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് വിളഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ജൂം ജൂം കർ ആദ്മിക്കോ ബുലാ രഹി തി എന്ന് പറയുന്നത്. ഇതാണ് ധാൻ കി ബാലിയാം, അതായത് നെൽക്കതിരുകൾ. ആദ്മി सोचता हुआ खड़ा ही था कि वहीं पर एक मूस दिखलाई पड़ा. आदमी ने मूस को पास बुलाया और कहा, मूस भाई, पोखरी के बीच में देखो उन धान की प्यारी बालियों को. झूम झूम कर वे मुझे बुला रही है, लेकिन पानी गहरा है. यदि तुम उन्हें हमारे लिए ला दो तो हम तुम्हें मेहनताने का हिस्सा दे देंगे. आदमी सोचता हुआ खड़ा ही था कि वहीं पर एक मूस दिखलाई पड़ा. ഈ മനുഷ്യന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ഈ നെൽക്കതിരുകൾ എവിടെയാണുള്ളത്? ഈ ചെറിയ കുളത്തിൻ്റെ നടുവിലാണ്. കുളത്തിനാണെങ്കിൽ ആഴവുമുണ്ട്. അപ്പോൾ അവ കുളത്തിൻ്റെ നടുവിലേക്ക് പോയിട്ട് പറിച്ചെടുക്കാൻ കഴിയുകയില്ല. ആലോചിച്ച് നിൽക്കുകയായിരുന്നു മനുഷ്യൻ. എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു എലിയെ കണ്ടു. ആദ്മീനെ മൂസ്കോ പാസ് ബുലായ. ഈ മനുഷ്യന് എലിയെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, മൂസ് ഭായി, പോഖരി കെ ബീച്ച് മേ ദേഖോ ഉൻ ധാൻ കി പ്യാരി ബാലിയോं को. എലി സഹോദര, ഈ കുളത്തിൻ്റെ നടുവിലേക്ക് നോക്കൂ. പോഖരി എന്ന് പറഞ്ഞാൽ ചെറിയ കുളം. ഈ കുളത്തിൻ്റെ നടുവിലേക്ക് നോക്കൂ. ഉൻ ധാൻ കി പ്യാരി ബാലിയോं को. ഈ ധാന്യത്തിൻ്റെ നല്ല ഭംഗിയുള്ള ആ നെൽക്കതിരുകൾ നീ നോക്കൂ. ജൂം ജൂം കർ വേ മുझे ബുലാ രഹി ഹെ. ജൂം ജൂം കർ എന്ന് പറഞ്ഞാൽ ആടി ആടി, ആടി ആടി അവ എന്നെ വിളിക്കുകയാണ്. ലേക്കിൻ പാനി ഗഹരാ ഹെ. പക്ഷേ വെള്ളത്തിന് നല്ല ആഴമുണ്ട്. യദി തും ഉന്നെ ഹമാരെ ലിയെ ലാ ദോ തോ. അഥവാ നീ എനിക്ക് അവ കൊണ്ടുതരുകയാണെങ്കിൽ ഹം തുമേ മെഹൻതാനെ കാ ഹിസ്സ ദേ ദേംഗെ. മെഹൻതാനെ കാ ഹിസ്സ എന്ന് പറഞ്ഞാൽ മെഹനത് കാ ഫൽ, അതായത് അധ്വാനത്തിനുള്ള പ്രതിഫലം. നീ അവ എനിക്ക് വേണ്ടി കൊണ്ടുതരുകയാണെങ്കിൽ ഞാൻ നിനക്ക് അധ്വാനത്തിനുള്ള പ്രതിഫലം തരാം, വേതനം തരാമെന്ന് ഈ ആദ്മി എലിയോട് പറഞ്ഞു. मूस को भला क्या एतराज था. वह सर तैर गया और बालियों को दांतों से कुतर कुतर कर किनारे पर लाने लगा. थोड़ी ही देर में किनारे पर धान की बालियों का ढेर बन गया.
മൂസ് കോ ഭല ക്യാ ഏത്രാസ് താ. ഏത്രാസ് എന്ന് പറഞ്ഞാൽ എതിർപ്പ്. എലിക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. വ സർ സർ തേർ ഗയ. സർ സർ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, തേസീസെ. തേർ ഗയ എന്ന് പറഞ്ഞാൽ നീന്തിപ്പോയി. എലി വേഗത്തിൽ തന്നെ ഈ കുളത്തിലേക്ക് നീന്തിപ്പോയി. അവർ ബാലിയോങ്കോ, ഈ നെൽക്കതിരുകളെ, ദാന്തോസെ പല്ലുകൊണ്ട്, കുത്തർ കുത്തർക്കർ കിനാരെ പർ ലാനെ ലഗ, അറുത്തെടുത്തിട്ട്. കുത്തർ കുത്തർക്കർ എന്ന് പറഞ്ഞാൽ അറുത്തെടുത്തിട്ട്, പല്ലുകൊണ്ട് അറുത്തെടുത്തിട്ട് കുളത്തിൻ്റെ തീരത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. തോടി ഹി ദേർ മേ കിനാരെ പർ ധാൻ കി ബാലിയോം കാ ഡേർ ബൻ ഗയ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ കുളത്തിൻ്റെ തീരം നെൽക്കതിരുകൾ കൊണ്ട് നിറഞ്ഞു. तब आदमी ने प्रसन्न होकर कहा, मूस भाई, अब इसमें से अपनी मजदूरी का हिस्सा तुम स्वयं ले लो. पर मूस ने कहा, भाई मेरे, मैं ठहरा छोटा जीव, मेरा सिर भी है छोटा, अपना हिस्सा इस छोटे से सिर पर ढोकर मैं कैसे ले जाऊंगा. इसलिए अच्छा तो ये होगा कि तुम ये पूरा धान अपने घर ले जाओ और मैं तुम्हारे घर पर ही आकर अपने हिस्से का थोड़ा धान खा लिया करूँगा. തബ് ആദ്മീനെ പ്രസന്ന ഹോക്കർ കഹ. പ്രസന്ന ഹോക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷത്തോടു കൂടി. അപ്പോൾ ഈ മനുഷ്യൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു, മൂസ് ഭായി, എലി സഹോദര, അബ് ഇസ്മേ സെ അപ്നി മസ്ദൂരി കാ ഹിസ്സ തും സ്വയം ലേലോ. ഇനി ഇതിൽ നിന്നും തൻ്റെ വേതനത്തിൻ്റെ പങ്ക്. മസ്ദൂരി എന്ന് പറഞ്ഞാൽ വേതനം, ജോലി ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം, അതിൻ്റെ പങ്ക്. ഹിസ്സ എന്ന് പറഞ്ഞാൽ പങ്ക്. തും സ്വയം ലേലോ, നിങ്ങൾ സ്വയം തന്നെ എടുത്തോളൂ. പർ മൂസ്നെ കഹ, പക്ഷേ എലി പറഞ്ഞു, ഭായി മേരെ, എൻ്റെ സഹോദര, മേ ടെഹ്റ ചോട്ടാ ജീവ്, ഞാനൊരു ചെറിയ ജീവി, മേര സിർബി ഹേ ചോട്ട, എൻ്റെ തലയും ചെറുതാണ്. അപ്പന ഹിസ്സ ഈസ് ചോട്ടെ സെ സിർ പർ ഡോക്കർ കേസെ ലേ ജാവുങ്ക. എൻ്റെ പങ്ക് ഈ ചെറിയ തലയിൽ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോവുക? ഡോക്കർ എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോവുക? ഇസ്ലിയെ അച്ഛാ തോ യേ ഹോഗാ കി തും യേ പൂരാ ധാൻ അപ്നെ ഘർ ലേ ജാവോ. അതുകൊണ്ട് നല്ലത് ഇതാണ്, നിങ്ങൾ ഈ മുഴുവൻ ധാന്യങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഓർ മേ തുമാരെ ഘർ പർ ഹി ആകർ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്നിട്ട് അപ്നെ ഹിസ്സേ കാ തോടാ ധാൻ, എൻ്റെ പങ്കിൻ്റെ കുറച്ച് ധാന്യങ്ങൾ ഞാൻ കാലിയാ കറുങ്ക, തിന്നോളാം എന്ന് എലി ഈ ആദ്മിയോട്, മനുഷ്യനോട് പറഞ്ഞു. ആദ്മീനെ ऐसा ही किया और तभी से मूस आदमी के घर धान खाता चला आ रहा है. ആദ്മീനെ ऐसा ही किया, ആ മനുഷ്യന് അങ്ങനെ തന്നെ ചെയ്തു. എന്താണ് ചെയ്തത്? ഈ ധാന്യങ്ങൾ മുഴുവനും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഓർ തബീസെ, അന്ന് മുതൽ, മൂസ് ആദ്മി കെ ഘർ ധാൻ ഖാത്താ ചലാ രഹാ ഹെ, എലി മനുഷ്യരുടെ വീട്ടിൽ ധാന്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ നാടോടി കഥയിൽ പറയുന്നത്. ഇത് എഴുതിയതാരാണ്? രാം നന്ദൻ. അടുത്തത് നമുക്ക് വാക്കുകളുടെ അർത്ഥങ്ങൾ നോക്കാം. മൂസ്, ചൂഹ, എലി. മസ്ദൂരി, വേജസ്, വേതനം. പോഖരി, ചോട്ടാ താലാബ്, ചെറിയ കുളം. കഠിൻ, മുഷ്കിൽ, ബുദ്ധിമുട്ടുള്ള. മെഹൻതാന, മെഹനത് കെ ബദലെ കുച്ച് ചീസ് യാ പൈസ ദേന, അധ്വാനത്തിൻ്റെ പ്രതിഫലം, അതായത് വേതനം. പ്രസന്ന, ഖുഷ്, സന്തോഷം. സ്വയം, ഖുദ്, സ്വയം തന്നെ. ഡോക്കർ, ഉഠാക്കർ, എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വെച്ചുകൊണ്ട്. ധാൻ, ചാവൽ കാ ബിനാ ചിലാരൂപ്, നെല്ല്. ഹിസ്സ, പങ്ക്. ദാന്തോസെ കുത്തർന, പല്ലുകൊണ്ട് അറുത്തെടുക്കുക. സർസർ, തേസീസെ, വേഗത്തിൽ. ബാലിയ, കതിരുകൾ. അടുത്തത് നമുക്ക് വിലോം ശബ്ദം നോക്കാം, ഓപ്പോസിറ്റ് വേർഡ്സ് നോക്കാം. അസ്ലി, നക്കലി. അധിക്, ന്യൂൻ. ഏക്, അനേക്. ആകാശ്, പാതാൾ. നയ, പുരാന. അനാഥ്, സനാഥ്. ഉദയ്, അസ്ത്. അപ്ന, പരായ. ഏടി, ചോട്ടി. ഉപജാവു, ബഞ്ചർ. ഏടി ചോട്ടി എന്ന് പറയുന്നത് കാലിൻ്റെ ഉപ്പൂറ്റി മുതൽ മുടിക്കെട്ട് വരെ എന്നൊക്കെ പറയില്ല, അതാണ് ഏടി ചോട്ടി എന്ന് പറയുന്നത്. ഉപജാവു എന്ന് പറയുന്നത് നന്നായി കൃഷി ഉണ്ടാവുന്ന, അതായത് ധാന്യങ്ങളൊക്കെ വിളയുന്ന ഭൂമിക്കാണ് ഉപജാവു എന്ന് പറയുന്നത്. ബഞ്ചർ എന്ന് പറയുന്നത് തരിശുഭൂമി, അതായത് ധാന്യങ്ങൾ വിളയിക്കുന്നതിന് അനുയോജ്യമല്ലാത്ത ഭൂമിക്കാണ് ബഞ്ചർ എന്ന് പറയുന്നത്.
सबसे पहले आदमी ने धान का पौधा कहाँ देखा? ഏറ്റവും ആദ്യം മനുഷ്യന് ധാന്യത്തിൻ്റെ ചെടി എവിടെയാണ് കണ്ടത്? सबसे पहले आदमी ने धान का पौधा एक पोखरी में देखा. ഏറ്റവും ആദ്യം മനുഷ്യന് ധാന്യത്തിൻ്റെ ചെടി കണ്ടത് ഒരു ചെറിയ കുളത്തിലാണ്. ധാൻ കി ബാലിയ ജൂം ജൂം കർ കിസെ ബുലാ രഹി തീ. ഈ ധാന്യത്തിൻ്റെ ചെടികൾ, അതായത് നെൽക്കതിരുകൾ ആടി ആടി ആരെയായിരുന്നു വിളിച്ചിരുന്നത്? ധാൻ കി ബാലിയ ജൂം ജൂം കർ ആദ്മി കോ ബുലാ രഹി തീ. നെൽക്കതിരുകൾ ആടി ആടി മനുഷ്യനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ആദ്മീനെ ചൂഹേക്കോ ക്യാ കഹ. മനുഷ്യൻ എലിയോട് എന്താണ് പറഞ്ഞത്? ആദ്മീനെ ചൂഹേക്കോ കഹാ കി യദി തും ധാൻ കി ബാലിയോ കോ ഹമാരെ ലിയെ ലാദോ തോ. നീ എനിക്ക് ഈ നെൽക്കതിരുകൾ കൊണ്ടുതരുകയാണെങ്കിൽ ഹം തുമേ മെഹൻതാനെ കാ ഹിസ്സ ദേ ദേംഗെ. ഞാൻ നിനക്ക് അധ്വാനത്തിനുള്ള പ്രതിഫലം തരാം എന്നാണ് ഈ മനുഷ്യന് എലിയോട് പറഞ്ഞത്. കഹാനി മേ മൂസ് കേസ ജീവിത. ഈ കഥയിൽ എലി എങ്ങനെയുള്ള ജീവിയായിരുന്നു? കഹാനി മേ മൂസ് ഏക് ചോട്ടാ ജീവിത. ഈ കഥയിൽ എലി ഒരു ചെറിയ ജീവിയായിരുന്നു. മൂസ് കി മസ്ദൂരി കഹാ കി ലോക് കഥ ഹെ. ഈ മൂസ് കി മസ്ദൂരി എവിടത്തെ നാടോടി കഥയാണ്? മൂസ് കി മസ്ദൂരി നാഗാലാൻഡ് കി ലോക് കഥ ഹെ. മൂസ് കി മസ്ദൂരി നാഗാലാൻഡിലെ ഒരു നാടോടി കഥയാണ്. അന്ത് മേ ചൂഹേനെ ആദ്മി കോ ക്യാ കഹ. അവസാനം എലി മനുഷ്യനോട് എന്താണ് പറഞ്ഞത്? अंत में चूहे ने आदमी से कहा कि ये सारा धान तुम अपने घर ले जाओ और मैं तुम्हारे घर आकर अपने हिस्से का थोड़ा धान खा लिया करूँगा. അവസാനം എലി മനുഷ്യനോട് എന്താണ് പറഞ്ഞത്? ഈ മുഴുവൻ ധാന്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഞാൻ എൻ്റെ പങ്ക് അവിടെ വീട്ടിൽ വന്നിട്ട് കഴിച്ചു കൊള്ളാമെന്നാണ് എലി ഈ മനുഷ്യനോട് പറഞ്ഞത്.